ശരി, സിജോ വി ജോൺ എൻ്റെ കൂടെ ചേരുന്നു കൊച്ചിയിൽ നിന്ന്. സിജോ വി ജോണിനോടൊപ്പം ചേരുന്നു. സിജോ, എന്താണ് ഈ ഓഡിയോ സംഭാഷണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്? ഈ കേസിലെ ഏറ്റവും നിർണായകമായ തെളിവാണ് മീഡിയ വൺ പുറത്തുവിടുന്നത്. ഈ ഇ ഡി അന്വേഷണവുമായി ബന്ധപ്പെട്ട് നേരത്തെ അനീഷിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചിരുന്നു. അതിനുശേഷം ആണ് ഇത്തരത്തിലൊരു സംഭാഷണം നടക്കുന്നത്. ഈ ഇടനിലക്കാരനായ വിൻസൻ അനീഷുമായി സംസാരിക്കുന്നതിൻ്റെ ശബ്ദ സംപ്രേഷണമാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. ഈ കേസ് 2 കോടി രൂപ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തുതീർപ്പാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നതിൻ്റെ ശബ്ദ സംപ്രേഷണമാണ് നമ്മൾ കേൾക്കുന്നത്. അതായത് ഏറ്റവും പ്രാഥമിക ഘട്ടം എന്ന നിലയിൽ വിൻസൺ സംസാരിക്കുന്ന കാര്യങ്ങളാണ്. അതിനുശേഷമാണ് ഇവർ തമ്മിൽ നേരിൽ കാണുന്നതും കൂടുതൽ ചർച്ചകളിലേക്ക് പോവുകയും ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ ഇത് ഒരു ഫേക്കാണ്, ഒരു സംഭാഷണമാണ് എന്നൊരു സംശയമുണ്ടായിരുന്നു. എന്നോടിപ്പോൾ അനീഷിൻ്റെ വൈഫ് ചേരുന്നുണ്ട്. നിമ്മിക്കാണ്, നിമ്മിയുടെ അമ്മയുടെ ഫോണിലോട്ട് എന്നല്ലേ പറഞ്ഞത്, അനീഷിൻ്റെ മമ്മിയുടെ കോളിലോട്ടാണ് ഫസ്റ്റ് ആ കോള് വരുന്നത്. അതിനുശേഷം നിമ്മിയാണ് ഇവരുമായി ആദ്യം സംസാരിക്കുന്നത്. നമുക്ക് നിമ്മിയോട് തന്നെ സംസാരിക്കാം. എന്താണ് സംഭവിച്ചത്? ആദ്യം ഈ കോള് വരുന്നത് എന്നാണ്? മമ്മി 13-ാം തീയതി, അതായത് ഏപ്രിൽ മാസം 2025 13-ാം തീയതി 2:48 മമ്മി എനിക്ക് ഈ നമ്പർ എനിക്ക് ഇങ്ങോട്ട് ഷെയർ ചെയ്യുന്നത്. 2:44 മമ്മി എനിക്ക് വോയിസ് മെസ്സേജ് അയക്കുന്നത്. ഇതുപോലെ നമ്പറിൽ നിന്ന് 2 നമ്പറുകളിൽ നിന്ന് ഇതുപോലെ കോള് വന്നിരുന്നു, ഇന്ന കാര്യമാണ് സംസാരിച്ചത്, അനീഷിന് ഒരു കേസുണ്ട്, ആ കേസിനെ സംബന്ധിച്ച കാര്യം പറയാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞപ്പോഴത്തേന് അവർ പാനിക്കായി, ഭയങ്കരമായിട്ട് പേടിച്ചു. അപ്പം ഞാൻ മമ്മിയുടെ അടുത്ത് പറഞ്ഞൊരു കാര്യം, മമ്മി ആ നമ്പർ എൻ്റെ ഫോണിലോട്ട് ഇടാൻ പറഞ്ഞപ്പം മമ്മി ആ 2:48 ഈ നമ്പർ എനിക്ക് തന്നു. 2 നമ്പറും തന്നപ്പോൾ ഒരു നമ്പറിൽ ഞാൻ വിളിച്ചു. ഒരു നമ്പറിൽ വിളിച്ചപ്പം പുള്ളി എടുക്കുന്നില്ല. അപ്പോൾ വേറൊരു നമ്പറിൽ നിന്ന് വിളിച്ചപ്പം പുള്ളി എടുത്ത് സംസാരിച്ചു. അപ്പം ഞാൻ ചോദിച്ചു ആരാണെന്ന് ചോദിച്ചു. എൻ്റെ മമ്മിയുടെ ഫോണിലോട്ട് ഇതുപോലെ ഒരു കോൾ വന്നായിരുന്നു, ഹസ്ബൻഡിന് ഒരു കേസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇഡിയുടെ കേസ് നടന്നുകൊണ്ടിരിക്കുന്നതാ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു അത് അനീഷ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് ഇല്ല, പുള്ളി ഇവിടെ ഇല്ല, എന്താ കാര്യമെന്ന് സാറേ എൻ്റെ അടുത്ത് പറയാൻ പറഞ്ഞു. അന്നേരം പറഞ്ഞു നിങ്ങൾ ആരാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അനീഷിൻ്റെ വൈഫാണ്. അപ്പോൾ സാറേ എനിക്ക് അറിയാൻ ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് ചോദിച്ചത്, കേസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ചോദിച്ചത്, അപ്പോൾ അത് നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എനിക്കത് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്താ എന്നോട് പറയേണ്ടാത്ത കാര്യം, അതായത് ഒന്നും മറച്ചു വെക്കാനുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ സാറേ. അപ്പോൾ സാർ എന്നോട് പറയാൻ പറഞ്ഞു. പിന്നെ അന്നേരം പറഞ്ഞു ഇത് അനീഷ് ഉണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ലെന്നല്ലേ താങ്കളോട് പറഞ്ഞത്, ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് പുള്ളി ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പോൾ പിന്നെ ഞാൻ ഈ നമ്പർ അനീഷ് ഏട്ടന് കൊടുത്തിട്ട് പറഞ്ഞു ഈ നമ്പറിലോട്ട് അങ്ങോട്ട് വിളിക്ക്, പിന്നെ എന്തോ പ്രശ്നമുണ്ട് ഒന്ന് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ആ നമ്പറിലോട്ട് അനീഷ് ഏട്ടൻ വിളിക്കുന്നത്. പിന്നീട് നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് സംസാരിച്ചിരുന്നു? എന്നോട് സംസാരിക്കുന്ന സമയത്ത് സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല. അനീഷേട്ടൻ്റെ അടുത്ത് സംസാരിക്കുന്നത് പിന്നെ ഞാൻ അടുത്ത് നിന്ന് ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പം ഞാൻ അനീഷിൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത് വെച്ചാൽ എനിക്ക് നമുക്കറിയണമല്ലോ വീട്ടിലെ കാര്യങ്ങളൊക്കെ എന്തുവാന്ന് വെച്ചാൽ നമുക്കറിയണം. അപ്പം ഞാനത് അറിയാൻ വേണ്ടിയിട്ട് പുള്ളിയെടുത്ത് ഇങ്ങനെ സംസാരിക്കുന്ന കേട്ടില്ല, നമുക്ക് ഒന്ന് കാണാം, മീറ്റ് ചെയ്യാം, ഇന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇടിക്കകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ അനീഷേട്ടൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അനീഷേട്ടൻ ഇങ്ങനെ അതിനകത്ത് നടന്ന കാര്യം വേറൊരാൾ അറിഞ്ഞ് ഇതെങ്ങനെ അറിഞ്ഞു, അപ്പോൾ ഇടിക്കുള്ളിലുള്ള ആൾ പറഞ്ഞിട്ടായിരിക്കുമല്ലോ ഈ പുള്ളി വിളിക്കുന്നത് എന്ന് വിചാരിച്ചിട്ടാണ് പുള്ളി ഈ ആളുമായിട്ട് വീണ്ടും കോണ്ടാക്ട് ചെയ്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിലാണ് പുള്ളി ക്യാഷിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അനീഷേട്ടാ നമ്മളെ കൊണ്ട് കൂടുന്ന കാര്യങ്ങളൊന്നുമല്ല ഇത്, കാരണം നമ്മുടെ കാര്യങ്ങൾ നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇപ്പോൾ മറ്റുള്ളവരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ആരും നമ്മളെ സഹായിക്കാനും പോകുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യും, നമുക്ക് ഇത് നമ്മുടെ അഡ്വക്കറ്റിൻ്റെ അടുത്ത് അങ്ങനെ പറയാം, അല്ലാതിന് വേറെ ഫോം വഴിയൊന്നുമില്ല, നമ്മളെ കൂടുന്ന തുകയും അല്ല ഇവർ പറഞ്ഞിരിക്കുന്നത്, ഇനി എന്തൊക്കെ നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാലും നമുക്കത് കൂടത്തുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഒരു കാര്യം ചെയ്യും, നമുക്ക് കേസ് കൊടുക്കാം, അല്ലെങ്കിൽ സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അഡ്വൈസ് ചെയ്തിട്ട് നമുക്ക് എന്തുവാന്ന് വെച്ചാൽ ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ഇതിനകത്തോട്ട് ഇറങ്ങി തിരിച്ചത്. കാരണം ഞാൻ അനീഷിനെ അത്രയ്ക്ക്, കാരണം എനിക്ക് നല്ല പേടിയായി, എന്തോ ഇതിനകത്തുള്ള കാര്യങ്ങൾ വെച്ചിട്ട് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എന്തെങ്കിലും പ്രശ്നമോ എന്തെങ്കിലും കാണും, ഇനി പുതിയ എന്തെങ്കിലും വരുന്നതായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ്, പേടിച്ചിട്ടാണ് ഞങ്ങൾ ഇത് കൊണ്ടു കൊടുക്കുന്നത്. ഇത് നമ്മളിപ്പോൾ ടെലികാസ്റ്റ് ചെയ്തിരിക്കുന്ന ഓഡിയോയിൽ അന്വേഷണം വിളിച്ചതുമായിട്ടുള്ള സംസാരമാണ്. അതിനകത്ത് അതിനുശേഷം ഇവരെ കണ്ടതിന് ശേഷം കാര്യങ്ങൾ എങ്ങനെയായിരുന്നു? വേറെ കണ്ടതിന് ശേഷം വേറെ കാര്യങ്ങളെന്ന് വെച്ചാൽ ഇവർ വന്ന് പൈസ ഇങ്ങനെ ചോദിക്കുന്നു, ഇത്രയും എമൗണ്ട് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ അന്നേരം അനുസരിച്ച് ചോദിച്ചു ഞാനിത് എവിടുന്ന് കൊടുക്കാനാ, കാരണം നമുക്കറിയാം പുള്ളി ഓരോ നിമിഷങ്ങളും നമ്മൾ ഓരോ പുള്ളിയുടെ ഇത്രയും പ്രശ്നങ്ങൾ വന്നിട്ട് ഒരു ബിസിനസ്സിൽ പിടിച്ച് കയറിക്കൊണ്ട് വരുന്നതേ ഉള്ളൂ. അപ്പൊ ഇത് അറിഞ്ഞു വെച്ചുകൊണ്ടാണ് ഇവർ വീണ്ടും വന്നിരിക്കുന്നത് എന്നാണ് ഞാൻ. നൽകിയ സിജോയാണ്.